ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 2ാമത്തെ പാഠമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കല്ലിൽ നിന്ന് ലോകത്തിലേക്ക്. അപ്പോൾ ഈ പാഠത്തിൽ ആദ്യം പ്രാചീന മനുഷ്യജീവിതം എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട് ചിത്രകാരൻ്റെ ഭാവനയിൽ. ഈ പ്രാചീന മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട ചിത്രമാണ് മുകളിൽ കാണുന്നത്. അതിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ കണ്ടെത്താം. മനുഷ്യൻ പുരാതന കാലത്ത് കാട്ടിലാണ് താമസിച്ചിരുന്നത്, വേട്ടയാടി ജീവിച്ചിട്ടുണ്ടായിരുന്നു. മനുഷ്യർക്ക് ആനയുടേതുപോലെയുള്ള വലിയ ശരീരമോ പുലിയുടേതുപോലെയുള്ള കൂർത്ത നഖമോ കാട്ടുപോത്തിൻ്റെ കരുത്തോ ഇല്ല. അതിനാൽ ആഹാരം സമ്പാദിക്കാനും മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനും ആദിമ മനുഷ്യന് ഉപകരണങ്ങളും ആയുധങ്ങളും ആവശ്യമായിരുന്നു. ഇതിനായി ആദിമ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന കല്ല്, ശിലയായിരുന്നു. ആദിമ മനുഷ്യരുടെ ജീവിതത്തെ സ്വാധീനിച്ചൊരു പ്രധാന വസ്തുവായിരുന്നു ശില. അതിനാൽ ഈ കാലഘട്ടം ശിലായുഗം എന്നറിയപ്പെടുന്നു. അപ്പോൾ ശിലകൾ ഉപയോഗിച്ച കാരണം ആ കാലഘട്ടം ശിലായുഗം എന്നറിയപ്പെട്ടു. പ്രാചീന ശിലായുഗം, പാലിയോലിത്തിക് ഏജ്. അതിൽ നോക്കിയ പ്രാചീന ആയുധങ്ങൾ. ആദിമ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന പരുക്കൻ കല്ലുകളാണ് ചിത്രത്തിൽ കാണുന്നത്. അവ എന്തിനൊക്കെയായിരിക്കും അക്കാലത്തെ മനുഷ്യർ ഉപയോഗിച്ചിരുന്നത്? മൃഗങ്ങളെ വേട്ടയാടാൻ, മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ, കാട്ടുകിഴങ്ങുകൾ കുഴിച്ചെടുക്കാൻ. ആയുധങ്ങളും ഉപകരണവുമായി പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ചിരുന്ന ഈ കാലഘട്ടത്തെ പ്രാചീന ശിലായുഗം എന്ന് പറഞ്ഞു. അപ്പോൾ പ്രാചീന ശിലായുഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ആയുധങ്ങളും ഉപകരണങ്ങളുമായി പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ച ഈ കാലഘട്ടത്തിനാണ് പ്രാചീന ശിലായുഗം എന്ന് പറയുന്നത്. ഗുഹകളിലായിരുന്നു അക്കാലത്തെ മനുഷ്യരുടെ താമസം. കാട്ടിൽ നിന്ന് കിട്ടുന്ന കിഴങ്ങുകളും പഴങ്ങളും വേട്ടയാടിയിരുന്ന മൃഗങ്ങളുടെ മാംസവും അവർ ഭക്ഷണമായി ഉപയോഗിച്ചു. അക്കാലത്താണ് മനുഷ്യൻ തീ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ പ്രാചീന മനുഷ്യർ എന്തൊക്കെയാണ് തീ ഉപയോഗിച്ചിട്ടുണ്ടാവുക ചർച്ച ചെയ്യും. അപ്പോൾ എന്തൊക്കെയായിരിക്കാം? ഭക്ഷണം വേവിക്കാനും കാര്യങ്ങളൊക്കെ അവർ തീ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നവീന ശിലായുഗത്തിലെ ചില ആയുധങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. പിൻകാലത്ത് മനുഷ്യർ ഉപയോഗിച്ചിരുന്നു. അവയ്ക്ക് പ്രാചീന ശിലായുഗത്തിൻ്റെ ആയുധങ്ങളിൽ നിന്ന് എന്ത് വ്യത്യാസം? പ്രാചീന ശിലായുഗത്തിൻ്റെ ആയുധങ്ങൾ നമ്മൾ കണ്ടു ഇതൊക്കെയാണ്. അപ്പോൾ അത് ഇപ്പോൾ ഈ നവീന ശിലായുഗമായിട്ട് എന്തെങ്കിലും വ്യത്യാസങ്ങൾ. അപ്പോൾ അതിൽ കൂടുതൽ മൂർച്ചയുള്ളതാണ്, പിന്നെ മിനുസമുള്ളവയാണ്. ഇതൊക്കെയാണ് പ്രത്യേകത. ഇത്തരം സവിശേഷതകളും ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ച കാലഘട്ടത്തെ നവീന ശിലായുഗം എന്ന് പറയുന്നു. നവീന ശിലായുഗത്തിലെ മനുഷ്യൻ്റെ സമൂലമായ മാറ്റങ്ങൾ ഉണ്ടായി. ഈ മാറ്റങ്ങൾ സൂചിപ്പിക്കുന്ന ചിത്രങ്ങളാണ് ചുവടെ ചേർക്കുന്നത്. നവീന ശിലായുഗത്തിൽ മനുഷ്യ ജീവിതം എങ്ങനെയായിരുന്നു? ചക്രമൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നവീന ശിലായുഗത്തിൽ മനുഷ്യ ജീവിതത്തിൽ എന്തെല്ലാം കണ്ടെത്താം? കൃഷി ചെയ്തു, വാസസ്ഥലങ്ങൾ ഉണ്ടാക്കി, മൃഗങ്ങളെ ഇണക്കി വളർത്തി. പ്രാചീന ശിലായുഗത്തിൽ നവീന ശിലായുഗം എന്തെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു? പ്രാചീന ശിലായുഗത്തിൽ നമ്മൾ പരന്ന കല്ലുകളും അതൊന്ന് ഷേപ്പാക്കിയിട്ടുണ്ടായിരുന്നു. നവീന ശിലായുഗത്തിൽ അതൊക്കെ കൂർത്തതും അതുപോലെ തന്നെ മിനുസമുള്ളതാക്കി അവർ കൃഷി ചെയ്തു, വാസസ്ഥലങ്ങൾ ഉണ്ടാക്കി, മൃഗങ്ങളെ ഇണക്കി വളർത്തി. ഇനി വെങ്കല യുഗം എന്നാണ്. അപ്പോൾ പിൻകാലത്ത് ശിലായുഗത്തോടൊപ്പം ചെമ്പ്, അതായത് താമ്രം എന്നാണ് പറയുക, അതുകൊണ്ടുള്ള ഉപകരണങ്ങളും മനുഷ്യൻ ഉപയോഗിച്ച് തുടങ്ങി. കല്ലിനെ അപേക്ഷിച്ച് കൂടുതൽ മൂർച്ചപ്പെടുത്താവുന്നതും രൂപമാറ്റം വരുത്താവുന്നതും സൗകര്യപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നതുമായ ചെമ്പ്. അപ്പോൾ കല്ലുകൊണ്ടും ചെമ്പുകൊണ്ടുമുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടം താമ്രശിലായുഗം എന്നറിയപ്പെട്ടു. തുടർന്ന് ഈയം കണ്ടെത്തി. ഈയവും ചെമ്പും ഉരുക്കി ചേർത്ത് വെങ്കലം എന്ന ലോഹ സങ്കരം നിർമ്മിക്കുകയും ചെയ്തു. വെങ്കലം ചെമ്പിനേക്കാൾ കടുപ്പമുള്ളതായിരുന്നു. ആയുധങ്ങളും ഉപകരണങ്ങളും ഉണ്ടാക്കാൻ വെങ്കലം ഉപയോഗിച്ച കാലം വെങ്കലയുഗം എന്നറിയപ്പെട്ടു. പ്രാചീന കാലത്തെ മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട ചുവടെ തന്നിരിക്കുന്ന ഫ്ലോ ചാർട്ട് എന്തൊക്കെയായിരുന്നു? ഫസ്റ്റത്തെ പ്രാചീന ശിലായുഗം, നവീന ശിലായുഗം, അത് കഴിഞ്ഞ് താമ്രശിലായുഗം, അത് കഴിഞ്ഞ് വന്നതാണ് ഈ പറഞ്ഞ പോലെ വെങ്കലയുഗം. അപ്പോൾ വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ച മനുഷ്യ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തിയതെന്ന് നോക്കാം. ഈ കാലഘട്ടത്തിൽ കൃഷി മെച്ചപ്പെടുകയും കാർഷികോൽപ്പന്ന വർധന ഉണ്ടാവുകയും ചെയ്തു. നദീതടത്തിലെ ഫലഭൂയിഷ്ഠമായ മണ്ണും നദികളിൽ നിന്നുള്ള ജലവുമാണ് ഇത്തരത്തിലുള്ള കാർഷിക മികവിന് കാരണമായത്. കൃഷി മെച്ചപ്പെട്ടപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാമായിരിക്കും? അധികമായി ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കാൻ തുടങ്ങി. കാർഷിക വിഭവങ്ങൾ കൈമാറ്റം ചെയ്യാനുള്ള പൊതുസ്ഥലങ്ങൾ രൂപം കൊണ്ടു. പുതിയ കാർഷികോപകരണങ്ങൾ നിർമ്മിക്കാനും ഉപയോഗം വർദ്ധിച്ചു. പ്രാചീന കാലത്തെ കൃഷി ചിത്രകാരൻ്റെ ഭാവനയിലും ഇപ്പം ഉണ്ടായ കൃഷി വികാസം പ്രാപിച്ച മറ്റ് തൊഴിൽ മേഖലകളൊക്കെ കാണിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടെത്തിയ താഴെ പറയുന്നവയും അക്കാലത്ത് വികാസം പ്രാപിച്ച തൊഴിൽ മേഖലയാണ്. ഇഷ്ടിക നിർമ്മാണം, തുണി നെയ്ത്ത്. ഒരു തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റ് തൊഴിൽ മേഖലയിലുള്ളവരുടെ സേവനവും ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങളും ആവശ്യമായിരുന്നു. ഇത് ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റത്തിന് കാരണമായി. ഇത്തരം കൈമാറ്റങ്ങൾ സമൂഹത്തിൽ പരസ്പരാശ്രയത്വം വരുത്തി. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വസ്തുക്കൾ വിദൂര പ്രദേശത്ത് നിന്ന് കയറ്റി അയച്ചു. കരമാർഗവും കടൽ മാർഗവും കച്ചവട ബന്ധങ്ങൾ വളർന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് ഗതാഗത സൗകര്യങ്ങൾ വികസിച്ചു. ഈ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഭരണ സംവിധാനങ്ങൾ രൂപപ്പെട്ടു. ഇക്കാലത്ത് എഴുത്തുവിദ്യ രൂപപ്പെട്ടിരുന്നു. ഇത്തരം സവിശേഷതകൾ വിവിധ തടിതരംഗ പ്രാചീന നഗരങ്ങൾ വർദ്ധിച്ചു വന്നു. ഇതാണ് വെങ്കല യുഗ സംസ്കാരത്തിൻ്റെ കേന്ദ്രങ്ങളായിട്ട് പറയുന്നത്. ഇനി മെസൊപ്പൊട്ടോമിയൻ സംസ്കാരം. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദീതീരങ്ങളാണ് മെസൊപ്പൊട്ടോമിയൻ സംസ്കാരം നിലനിന്നിരുന്നത്. ഈ രണ്ട്, അതായത് യൂഫ്രട്ടീസിൻ്റെയും ടൈഗ്രീസിൻ്റെയും ഇടയിൽ, മീസോ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്നുള്ള കാര്യത്തിലാണ്. രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശമായ കാരണം മെസൊപ്പൊട്ടോമിയ എന്ന വാക്കിൻ്റെ അർത്ഥം. ഈ പ്രദേശം ഉൾപ്പെടുന്ന ഇന്നത്തെ ഇറാഖിലാണ് മെസൊപ്പൊട്ടോമിയൻ പ്രദേശമുള്ളത്. ക്യൂണിഫോം ലിപി മെസൊപ്പൊട്ടോമിയയിലാണ് ശരിക്കും രൂപപ്പെട്ടത്. ഈ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകളാണ് സിഗറത്തുകൾ എന്ന് പറയുന്നത്.
ഇനി ക്യൂണിഫോം ലിപി എന്താണെന്ന് നമുക്ക് നോക്കാം. പുരാതനമായ എഴുത്തുലിപികളിൽ ഒന്നാണ് ക്യൂണിഫോം ലിപി. സുമേറിയരാണ് ഇത് ആരംഭിക്കുന്നത്. ആപ്പിളിൻ്റെ രൂപത്തിലുള്ള ചിത്രലിപിയാണിത്. എഴുത്തു പ്രതലം കണിമൺ പാളികളിലായിരുന്നു. ഇനി സിഗരത്തുകൾ ദേവാലയ സമുച്ചയങ്ങളാണ്. സിഗരത്തുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറംഭാഗം ചുറ്റെടുത്ത ഇഷ്ടികൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 25ഓളം സിഗരത്തുകൾ ഈ പ്രദേശത്ത് നിർമ്മിക്കപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇവയിൽ ഊർ എന്ന നഗരത്തിൻ്റെ സിഗരത്ത് ഇന്നും സംരക്ഷിക്കപ്പെടുന്നു. ക്യൂണിഫോം ലിപി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെ എഴുത്ത് പ്രതലം കളിമണ്ണ് പാളികളായിരുന്നു. അതുപോലെ സുമേറിയയിലാണ് ഇത് ആരംഭിച്ചത്. ആപ്പിളിൻ്റെ രൂപത്തിലുള്ള വെഡ് ഷേപ്പ്ഡ് ആയിട്ടുള്ള ചില ചിത്രലിപികളാണ് ഇവിടെ കാണുന്നത്. ഇത് ക്യൂണിഫോം ലിപിയിൽ കാണപ്പെടുന്നത്. സിഗരത്തുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ദേവാലയ സമുച്ചയങ്ങളായിരുന്നു. ഇഷ്ടിക കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 25ഓളം സിഗരത്തുകൾ ഉണ്ടായിരുന്നു. ഇനി ഈജിപ്ഷ്യൻ സംസ്കാരത്തെ നമുക്ക് നോക്കാം. നൈൽ നദിയുടെ തീരത്താണ് ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നു വന്നത്. നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്നതും ഈജിപ്ത് തന്നെയാണ്. അപ്പോൾ അതിൽ ഹൈറോഗ്ലിഫിക്സ് എന്ന് പറഞ്ഞ ലിപിയാണ് ഈജിപ്തിലെ രൂപം കൊണ്ടത്. ലോകപ്രസിദ്ധമായ പിരമിഡുകൾ ഈ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകളാണ്. ഹൈറോഗ്ലിഫിക്സ് ലിപി നോക്കി എങ്ങനെയാണെന്ന് ഒരു പ്രത്യേകത എന്തൊക്കെയാണ് പ്രത്യേകത, ചിഹ്നരൂപങ്ങളും അക്ഷരരൂപങ്ങളും കൂട്ടിച്ചേർന്നിട്ടുള്ള ഒരു ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്ന ലിപി. അപ്പോൾ ഇതിൽ തടിയും പാപ്പിറസും ആണ് ശരിക്കും പറഞ്ഞാൽ ഇത് എഴുതാനായിട്ട് ഉപയോഗിച്ചിരുന്ന പ്രതലം. പിരമിഡുകൾ ഇവിടെ വെച്ച് നോക്കാം. ഈജിപ്തിലെ ഭരണാധികാരികളായിരുന്ന ഫറവന്മാരുടെ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ. കുഫു രാജാവ് നിർമ്മിച്ച ഗിസയിലെ പിരമിഡാണ് ഇവയിലേറ്റവും കുഫു രാജാവ് നിർമ്മിച്ച ഗിസയിലെ പിരമിഡായിട്ട് വലുത്. ചൈനീസ് സംസ്കാരം നോക്കാം. ഹൊയാങ്ഹോ നദീ തീരത്താണ് ചൈനീസ് സംസ്കാരം നിലനിന്നത്. വെങ്കലയുഗത്തിൽ ഉൾപ്പെട്ട ചൈനീസ് ലിപിയാണ് മറ്റ് മാറ്റങ്ങളോടെ ചൈനയിൽ നിലനിൽക്കുന്നത്. വെങ്കല ശില്പങ്ങൾ നിർമ്മിക്കുന്നതിലും അവർ വിദഗ്ധരായിരുന്നു. ഈ ഹാരപ്പൻ സംസ്കാരം നോക്കാം. സിന്ധു നദീ തീരത്തിലാണ് ഹാരപ്പൻ സംസ്കാരം വികസിച്ച് വന്നത്. ഇപ്പോൾ ഈ പ്രദേശങ്ങൾ ഇന്നത്തെ ഇന്ത്യയിലും പാകിസ്ഥാനിലുമാണ് ശരിക്കും ഈ ഒരു സ്ഥലങ്ങളുള്ളത്. അപ്പോൾ ഹാരപ്പയിലെ നഗരാസൂത്രണം വളരെ മികച്ചതായിരുന്നു. അപ്പോൾ ഈ അക്കാലത്ത് തെരുവുകൾ, അതുപോലെ തന്നെ അഴുക്ക് ചാലുകൾ, ധാന്യപ്പുരകൾ, കച്ചവട കേന്ദ്രങ്ങൾ, അതുപോലെ ചുടുകട്ടകൾ ഇതൊക്കെ കൊണ്ട് നിർമ്മിച്ച ബഹുനില വീടുകളൊക്കെ ഭയങ്കര ആധുനിക ലോകത്ത് ഇതുപോലെ അത്ഭുതപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഹാരപ്പയിലെ ജനങ്ങൾക്ക് എഴുത്തുവിദ്യ അറിയാമായിരുന്നു. മോഹൻജദാരോ, ഹരപ്പ, കാലിബംഗൻ, ലോത്താൽ തുടങ്ങിയ സിന്ധു സംസ്കാരങ്ങളുടെ പ്രധാന നഗരങ്ങളായിരുന്നു. ഇനി മഹാസ്നാനഘട്ടം, ഗ്രേറ്റ് ബാത്ത്, ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രധാന ശേഷിപ്പുകളിൽ ഒന്നാണ് മഹാസ്നാനഘട്ടം. മോഹൻജദാരോയിലാണ് പറഞ്ഞ ഗ്രേറ്റ് ബാത്ത് അല്ലെങ്കിൽ മഹാസ്നാനഘട്ടം സ്ഥിതി ചെയ്യുന്നത്. നവീന ശിലായുഗത്തിൽ നിന്ന് വെങ്കല യുഗത്തിലെത്തുമ്പോൾ മനുഷ്യജീവിതത്തിന് എന്തെല്ലാം മാറ്റങ്ങൾക്ക് വിധേയമായി. നമ്മുടെ വീട്ടിലും പരിസരത്തും കണ്ടെത്തുന്ന കല്ല്, ചെമ്പ്, വെങ്കലം എന്നുകൊണ്ടാക്കിയ ഉപകരണങ്ങളും ആയുധങ്ങളും കണ്ടെത്തി പട്ടികപ്പെടുത്താം. അപ്പോൾ മഹാസ്നാനഘട്ടം നമ്മൾ നോക്കി. ഹാരപ്പൻ സംസ്കാരം, അതുപോലെ ചൈനീസ് സംസ്കാരം, പിരമിഡുകൾ, ഈജിപ്ഷ്യൻ സംസ്കാരം, ഹൈറോഗ്ലിഫിക്സ് ലിപി, പിന്നെ സിഗരത്തുകൾ എന്താണ്, ക്യൂണിഫോം ലിപി, മെസപ്പൊട്ടോമിയൻ സംസ്കാരം, പിന്നെ 3 യുഗങ്ങളെ കുറിച്ചിട്ടും നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചു. അടുത്ത ക്ലാസ്സിലാണ്. താങ്ക് യു.